എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ആശാ വർക്കേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 27,000 മെമ്പേഴ്സുള്ള ഒരു വലിയൊരു ഗ്രൂപ്പാണ് ആശാ വർക്കേഴ്സ്. ഇവർ എല്ലാ വീടുകളിലും പോയി ആ വീട്ടിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഏൽപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഒരു ബംഗാളി വർക്കറിന് കിട്ടുന്നതിൻ്റെ പകുതി ക്യാഷ് പോലും ഇവർക്ക് കിട്ടുന്നില്ല, ഇവർക്ക് ലഭ്യമല്ല. അത് ഒരു പ്രധാന കാര്യമാണ്. എന്നാൽ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ ഇവരിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും ഇവരുടെ ബുദ്ധിമുട്ടുകളെ മന്ത്രിതലങ്ങളിലുള്ളവർ ഒന്ന് എൻക്വയറി ചെയ്ത് അതിന് വേണ്ട പരിഹാര മാർഗം ഇവർ കാണിക്കേണ്ടതുമാകുന്നു. ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് പല മന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ളവർ ആരും തന്നെ അവർക്കൊരു പൂർവ്വകാല എക്സ്പീരിയൻസ് അവർക്കില്ല. ഇപ്പോൾ ആരോഗ്യമന്ത്രിയാണെങ്കിൽ അവർ മറ്റൊരു ലൈനിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. അവർക്ക് ചാനലിലും മറ്റും വർക്ക് ചെയ്തവരാണ്. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് മന്ത്രി കസേര വന്നാൽ അതിനെ ടാക്കിൾ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് അവരുടെ തെറ്റൊന്നുമില്ല, കാര്യം ഇതെല്ലാം ബേസ് ഓൺ ദ എക്സ്പീരിയൻസ്. ഇനി രണ്ടാമതായി പറയാനുള്ളത്, ഈ മന്ത്രിമാർക്കൊക്കെ പറ്റുന്നത് ഇവർക്ക് ശരിയായിട്ടുള്ളൊരു അഡ്വൈസറി ബോർഡ് ഇവർക്കില്ല. ഇവർ ചെയ്യുന്ന എന്താ, ഇവർക്കുള്ളത് ഒരു സാറെന്ന് വിളിക്കുന്ന സ്ഥലത്ത് 100 സാറെന്ന് വിളിക്കുന്ന കുറേ ഉപജാപകങ്ങളും, ഒരു സല്യൂട്ട് അടിക്കേണ്ടടുത്ത് ഒരു 100 സല്യൂട്ട് അടിക്കുന്ന വടികൾ സിവിൽ ഉദ്യോഗസ്ഥരുമൊക്കെയാണ്. ഇതൊന്നും ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് തിങ്. എന്ന് നമ്മളെ കൂടുതൽ സോപ്പ് ചെയ്യാൻ ആരെങ്കിലും നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരെയാണ്. ഇവരൊരിക്കലും നല്ല രീതിയിലുള്ള ഗൈഡൻസ് നമുക്ക് തരികയില്ല. പിന്നെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, ഈ മന്ത്രിമാർക്കൊക്കെ അവരുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് കുറച്ചുകൂടെ കാണും. അത് വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് എന്താണ് ഏതാണെന്ന് അതെല്ലാം പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. അത് അവരുടെ പ്രീ ക്വാളിഫിക്കേഷൻ അത് മാത്രം മതി. ബാക്ക്ഗ്രൗണ്ടിൽ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർക്ക് അവർക്ക് പേഴ്സണൽ സ്റ്റാഫായിട്ട് വന്ന് പിന്നെ അവരുടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് നടത്തും. അപ്പോൾ ഇതിനൊന്നും മന്ത്രിക്ക് അത്ര കണ്ട് ഒരു ഡീപ്പായിട്ട് അന്വേഷിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അടുത്തൊരെണ്ണം, ഈ ധനമന്ത്രി ചെയ്യേണ്ടത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതായത് നരേന്ദ്രമോദിക്കും ചീഫ് ജസ്റ്റിസിനും ഉള്ളതിൽ കൂടുതൽ എമൗണ്ടാണ് ഇപ്പോഴത്തെ PSC ചെയർമാനും മറ്റു പരിവാരങ്ങൾക്കും കൊടുക്കുന്നത്. അൺബിലീവബിൾ. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയില്ല. ഈ ആശാ വർക്കർമാർ ചെറിയൊരു ഇൻക്രീസിന് ചോദിപ്പം അവരെ കെയർ ചെയ്യാതെ ഈ ഉദ്യോഗ തലത്തിലുള്ളവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇത് ശരിയാണോ? ജസ്റ്റ് ഇമാജിൻ. ഇതൊന്നും ആകാൻ പാടില്ല. സോ ഇവരുടെ വേദനകളും ഇവരുടെ ബുദ്ധിമുട്ടുകളും ഇവരുടെ ആവലാതികളും സാധിച്ചാൽ ഈ ആരോഗ്യമന്ത്രി ഒന്ന് അവരുമായിട്ടിരുന്ന് വേണ്ട ചെയ്യുക. അതുപോലെ തന്നെ ഈ ആരോഗ്യമന്ത്രിയും ഈ ചീഫ് മിനിസ്റ്ററും ഈ നമ്മുടെ ധനകാര്യമന്ത്രിയും ഒക്കെ ഒന്നിച്ചൊരു ടേബിളിലിരുന്ന് ഇതിന് വേണ്ട ഒരു ഇതാണ്. കാരണം ഈ ചീഫ് മിനിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ എല്ലാവർക്കും മുട്ടടിക്കുന്ന ആൾക്കാരാണ്. ഇവരൊന്നും ഈ കാല് പറയ്ക്കുന്ന കൂടുതലാണ്, കാല് പറയലുണ്ടാവും മന്ത്രിയെ കാണുമ്പോൾ. തൻ്റെ ഇടം ഒന്നുള്ളത് ഇവർക്കില്ല. അതൊരു വലിയൊരു മോശമായ ഒരു പ്രവണതയാണ്. പിന്നെ ഈ ചീഫ് മിനിസ്റ്ററാണെങ്കിൽ ഉള്ളതിൽ പിടിപ്പത് വർക്കുക. അദ്ദേഹമാണെങ്കിൽ ഒരു റെസ്റ്റും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെയുടെ സമയവും അങ്ങനെയുടെ ഏജും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. വർക്ക് ചെയ്യാമെങ്കിലും ഒരു ദിവസം ഒരു 3 to 4 hours ആണെങ്കിൽ റെസ്റ്റ് എടുക്കണം. യു ക്യാൻ ഗൈഡ് ദം. അവിടെ ഇരുന്നിട്ട് അവരുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനൊക്കെ വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിയാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്.
പിന്നുള്ളത് മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ മാക്സിമം അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ, പഴയ ഒരു ധനകാര്യമന്ത്രി, അദ്ദേഹം എന്തോ വലിയ ശാസ്ത്രജ്ഞൻ എന്നാണൊക്കെ കേൾക്കുന്നത്. എനിക്കറിയില്ല ഇങ്ങനെ ധനകാര്യത്തിൽ ശാസ്ത്രജ്ഞനാണോ അതോ കയറിൻ്റെ ശാസ്ത്രജ്ഞൻ, എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞു ഈ ടേക്കൺ ദ ഡോക്ടറേറ്റ് ഇൻ കയറിൻ്റെ എന്തോ ഡോക്ടറേറ്റ് എടുത്തെന്നാണ്. പിന്നെ ഇതിൻ്റെ അടുത്തായിരിക്കും, ഐ ഡോണ്ട് നോ. അദ്ദേഹം അന്ന് ഈ കിഫ്ബിയിൽ നിന്ന് കാശൊക്കെ എടുത്ത് ഇതെല്ലാം കോലാഹലം കാണിച്ചപ്പോൾ അന്ന് ഇങ്ങൾക്ക് പറയണമായിരുന്നു, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫണ്ട് ഞങ്ങൾ ടോൾ മൂലം പിരിക്കുമെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ എടുത്ത് വെച്ച് കൊടുത്ത് റിയാസിൻ്റെ തലയ്ക്ക് വെച്ച് കൊടുത്തു. അപ്പം ഒരുത്തൻ്റെ തലവേദന അങ്ങോട്ട് മാറ്റി വേറെ ആൾക്ക് വെച്ച് കൊടുക്കുക, അത് അവരനുഭവിച്ചോട്ടെ. ഇതൊന്നും പാടില്ല. സോ ദയവ് ചെയ്ത് ഒരിക്കൽ കൂടി ഈ ആരോഗ്യമന്ത്രിയോട് പറയുകയാണ്, നിങ്ങൾ ഈ ആശാവർക്കർമാരെല്ലാം വിളിച്ച് അവർക്ക് വേണ്ട രീതിയിൽ സമാധാനമായി അവരുടെ ഡിമാൻഡ്സിന് ഒരു പരിഹാര മാർഗം കാണുക. അത് ഏറ്റവും നന്നായിരിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ കുറച്ച് മതപ്രസവം നിങ്ങൾ ഓടിട്ട വീടിലാണ് ഞാൻ താമസിച്ചെന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ എല്ലാം പത്രാസാണ്. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന ഓടിട്ട വീട്ടിൽ, ഇപ്പം മന്ത്രിമന്ദിരത്തിലാണല്ലോ താമസിക്കുന്നത്. അപ്പം അതിന് പ്രസക്തിയില്ല. സോ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഈ ആശാവർക്കന്മാരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. ദൈവദ്രോഹമാണ്. ആ കുട്ടികളും ആ കൈക്കുഞ്ഞുമായിട്ടൊക്കെ അവിടെ നിന്ന് ആ സമരം എടുക്കുമ്പോൾ എന്തോ ഒരു കഷ്ടമാണെന്നറിയാം, നാണക്കേടാണ്. ഇറ്റ് ഈസ് വെരി വെരി ഷെയിം. അതുകൊണ്ട് ഈ ധനമന്ത്രിയോടും പറയാണ്, അങ്ങ് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ വലിയ ആൾക്കാർക്കൊക്കെ, ഈ പാവങ്ങളെ ഒന്ന് നോക്കൂ. ഓക്കെ, എനിക്കിതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.